വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മക്കളുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ആരോഗ്യകരമായ ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത്. മെനാക്കി, ദ ഫേസ്റ്റ് പ്യൂബേർട്ടി, സ്ത്രീത്വത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആർത്തവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ അത് 8 വയസ്സിൻ്റെയും 15 വയസ്സിൻ്റെയും ഇടയിലാണ് സംഭവിക്കുക. 8 വയസ്സിൻ്റെ മുമ്പാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നേക്കാം. 15 വയസ്സായിട്ടും അത് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 16 വയസ്സ് വരെ പോയിട്ടും ആയിട്ടില്ല എങ്കിൽ ആ സമയത്ത് വയറിൽ വലിയ പെയിൻ അനുഭവപ്പെടുകയും ആ സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ ഡോക്ടറെ കാണിക്കുകയും ഒരുപക്ഷെ നേച്ചുറലി ആ ഒരു ഭാഗം അത് പ്രോസസ്സ് നടക്കുന്നില്ല എങ്കിൽ, ചില കേസുകളിൽ ഹൈമൻ കന്യാചർമ്മം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഇടപെടലിലൂടെ അവിടെ ചെറിയ ഹോൾ ഉണ്ടാക്കുകയും അതിലൂടെ പ്രോസസ്സ് ആരംഭിക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ ഒരു മെനാർക്കി, ഈ ഫസ്റ്റ് മെൻസസ് തുടങ്ങുന്ന സമയത്ത് പെൺകുട്ടികൾ പല തരത്തിലുള്ള മാനസിക ശാരീരിക അവസ്ഥകളിലൂടെയാണ് കടന്നു പോവുക. ഇത് അമ്മമാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ഈ പെൺകുട്ടികളുമായിട്ട് ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും ഘട്ടം ഘട്ടമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഫസ്റ്റ് മെൻസസ് തുടങ്ങുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും നമ്മുടെ മക്കളെ പ്രിപ്പയർഡാക്കി തയ്യാറാക്കി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് പ്രധാനപ്പെട്ട ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളുണ്ട്. ഒന്ന്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്. ഈ ഫസ്റ്റ് മെൻസസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ് പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെയിനൊക്കെ ഒരുപക്ഷെ ആ സമയത്തുണ്ടാകും. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ബോഡി ഷേപ്പിലൊരു മാറ്റം വരിക. നേരത്തെ അത് ആ പ്രായം വരെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആലില പോലെയാണെന്ന് പറഞ്ഞാൽ അരയുടെ ഭാഗത്തിന് പ്രത്യേകമായ ഒരു ഷേപ്പ് ഉണ്ടാവുകയും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് എല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് സ്ത്രീത്വത്തിൻ്റെ ഷേപ്പ് ഉണ്ടാകും. അതേപോലെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ജനൈറ്റൽ ഏരിയയിൽ, അതുപോലെ ആംപിറ്റുകളിൽ, അതുപോലെ തന്നെ കാലുകളിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ബ്രസ്റ്റ് ഡെവലപ്പ് ആവുന്നു, അതുപോലെ തന്നെ ഹെയർ വളരുന്നു. ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പെൺകുട്ടികൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അവർ ഒരുപാട് ടെൻഷൻ അനുഭവിക്കാൻ ആ സമയത്ത് എന്തൊക്കെയാണ് ആകെ മാറ്റങ്ങളാണല്ലോ എന്ന രീതിയിൽ പല ടെൻഷനുകളിലൂടെയും കടന്നു പോവുകയാണ് അവരപ്പോൾ. അതോടൊപ്പം തന്നെ പേടിയും സംശയവും, ഇതൊക്കെ എനിക്ക് മാത്രമാണോ, പെട്ടെന്ന് ഞാൻ ഹൈറ്റ് കൂടുന്നു, അതിൻ്റെ ഷേപ്പൊക്കെ മാറുന്നു, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുമോ? ഒരുപക്ഷെ ചില കേസുകളിൽ പെൺകുട്ടികൾ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഇത് എല്ലാവരും അതിലേക്ക് മാത്രമാണോ നോക്കുന്നത് എന്ന രീതിയിൽ മറച്ചു വെക്കാൻ പ്രയാസപ്പെടുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായൊരു മാനസികാവസ്ഥ ഇവരിൽ ആ സമയത്ത് കണ്ടുവരുന്നുണ്ട്. സ്വെറ്റിംഗ്, അതായത് വിയർപ്പ്. ഈ പ്രായത്തിൽ വിയർപ്പ് സാധാരണത്തെ കഴിഞ്ഞ് കൂടുതലുണ്ടാകും. അതൊരു പ്രത്യേക സ്മെല്ലുണ്ടാവുകയും ചെയ്യും. പിമ്പിൾസ് പല ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രായമാണിത്. ഈ സമയമാകുമ്പോഴത്തേക്കും ഘട്ടം ഘട്ടമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മോളെ സ്ത്രീത്വത്തിൻ്റെ അടയാളമാണത്. അതെല്ലാവർക്കും ഒരു പ്രായത്തിൽ ഉണ്ടാകും. അതുണ്ടായാൽ നാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പേടിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ. ഈ കമ്മ്യൂണിക്കേഷൻ മാതാപിതാക്കൾ നടത്തിയിട്ട് അത് പിതാവിനും നടത്താം, മാതാവിനും രണ്ടുപേർക്കും നടത്താം. അതൊക്കെ പെണ്ണിൻ്റെ ജോലിയാണ്, പാപ്പാക്ക് പറ്റില്ല, അച്ഛന് പറ്റില്ല എന്ന് പറയരുത്. രണ്ടുപേർക്കും അത് ചെയ്യാം. അത്ര ക്ലോസ് ആണെങ്കിൽ എല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരികളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടതോ ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മുടെ കുട്ടികളിലേക്ക് എത്തുക. ഇനി എനിക്ക് ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ പറ്റില്ലേ തുടങ്ങി പല പേടികൾ ഇവർക്ക് ഈ പ്രായത്തിൽ വരും. അപ്പോൾ അവർക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കോളും, മോളെ 7 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് അല്ലെങ്കിൽ 8-9 ഡേയ്സ് എല്ലാ മാസവും ഉണ്ടാകും, മോൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, മോൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഇതൊരു ജൈവികമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ ബ്ലഡ് പോകുന്നത് അതൊക്കെ കൃത്യമായി പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല, അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് എനിക്കെന്തോ മാരകമായ രോഗമാണ് അതുകൊണ്ടാണ് ബ്ലഡ് പോകുന്നത് എന്ന് വരെ ധരിച്ച് കൺസൾട്ടിങ്ങിന് വന്ന കേസുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ അനിവാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ പ്രായമാകുമ്പോഴത്തേക്കും തന്നെ ഏകദേശ ലക്ഷണങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ പ്രായമാകുമ്പോഴത്തേക്കും തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ നേരിടാൻ അവരെ പ്രാപ്തരാക്കി നാം നിർത്തുക. ഇനി ഈ മെനാർക്കിയുടെ ഫസ്റ്റ് മെൻസസിൻ്റെ സമയത്ത് അവരെ പഠിപ്പിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യും.